എല്ലാവർക്കും നമസ്കാരം. സൈക്കോളജിയുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു ടോപ്പിക്ക് ഓർമ്മ എന്നതാണ്. നിങ്ങൾക്കറിയാം, ഓർമ്മ, പഠനം എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലയോ. അപ്പോൾ ഏതൊരു കാര്യവും പഠിക്കണമെങ്കിൽ, ഏതൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഓർമ്മയുണ്ടായേ പറ്റൂ. അപ്പോൾ ആ ഓർമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഓർത്തെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നമ്മൾ ഓർമ്മയെക്കുറിച്ച് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് പറയൂ അല്ലേ. എന്നാൽ ഓർമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം. അതിനു മുമ്പ് 2-3 ചോദ്യങ്ങളിൽ അങ്ങ് തുടങ്ങാം. 2022 ചോദിച്ച ചോദ്യമാണ്: ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായിട്ട് ഓർത്തെടുക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, ഒരു 6ാം ക്ലാസ്സിലോ ഒരു 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി എന്നാണേ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ. ആ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഏത് തരം ഓർമ്മയായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് നെഗറ്റീവ് വന്നൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് വളരെയധികം നമുക്ക് അതിൻ്റെ ആൻസറൊക്കെ അകത്തോട്ട് അറിയണം. നമ്മൾ ക്ലാസ് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിൻ്റെ ഉത്തരം അറിയത്തുള്ളൂ കേട്ടോ. അടുത്തത്, ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ഓർമ്മയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ, അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. 2016 ചോദ്യമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഓപ്ഷൻസൊക്കെ നന്നായിട്ട് ആ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഒന്ന് വായിച്ച് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഓർമ്മയുമായി ബന്ധപ്പെട്ട് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന ഏതെന്നുള്ളത്. അടുത്ത ചോദ്യം, ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്, മുകളിൽ പറഞ്ഞവയല്ല. ഇതിലേതായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അത് ഈ 2020 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ പ്രീ പ്രൈമറിയിൽ ചോദിച്ച ഒരു ചോദ്യമാണേ. അടുത്തത്, പുനരുപയോഗത്തിന് വേണ്ടി ആവശ്യമായ വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ എന്നിവ ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചില പ്രത്യേക കോഡുകളായിട്ടൊക്കെ ഓർത്തിരിക്കുന്നത്, അത് 2025 ചോദ്യമാണേ. അത് വളരെ ലേറ്റസ്റ്റ് ചോദ്യമാണ്. കേറ്റിന് ചോദിച്ചൊരു ചോദ്യവും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഇതൊക്കെയാണ് നമുക്കറിയേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ. അടുത്തത്, പഠനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പോൾ പഠനം എന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2024 ചോദ്യമാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2024 ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻസും വായിച്ച് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ അറിയണ്ടേ? നമ്മുടെ ക്ലാസ് പഠിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഓർമ്മയുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആര്? അവിടെ തന്നെ 2 ചോദ്യങ്ങളായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. ഓർമ്മയുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തിയ ഒരു സൈക്കോളജിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ അവിടെ JB വാട്സൺ. JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ് എന്നൊരു ചോദ്യമാണ് അതിനകത്തൂടെ ചോദിച്ചൊരു ചോദ്യം കേട്ടോ. അതും 2024 ചോദ്യമാണ്. കേറ്ററ്റിന്റെ ചോദ്യമാണേ. അപ്പം നമുക്ക് നോക്കാം, എന്താണ് ഓർമ്മ? എന്തായിരിക്കും ഓർമ്മ? കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ അതിങ്ങനെ ഓർത്തെടുക്കുന്നു. ഇങ്ങനെയല്ലേ നമുക്ക് ഓർമ്മയെക്കുറിച്ച് അറിയാവുന്നത്? നാം നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുമ്പോഴോ ഇടകലരുമ്പോഴോ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴോ അവയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിച്ചു വെക്കുന്നു. ശരിയല്ലേ? ആവശ്യമായിട്ടുള്ള വസ്തുതകളെ ശേഖരിച്ചു വെക്കുന്നു. ചിലപ്പോൾ നമ്മുടെ അനുഭവങ്ങളാകാം, നമ്മളൊരു സമൂഹമായി ഇടപഴകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ. അത് നമ്മൾ കൃത്യമായിട്ട്, വളരെ കൃത്യതയോടെ, അടുക്കും ചിട്ടയുമായിട്ട് അത് ശേഖരിച്ചു വെക്കാനും ഏതെങ്കിലും ഒരു അവസരത്തിൽ അതിനെ പുനഃസ്മരണം നടത്തണം. അങ്ങനെ വരുമ്പോഴാണ് അത് ഓർമ്മയെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അതെന്തായി മാറും? മറവി എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അതിനെ പുനഃസൃഷ്ടിക്കാനുമുള്ള ഒരു കഴിവാണ്. ഇപ്പം എന്നോട് ചോദിക്കുക, 5ാം ക്ലാസ്സിൽ നിനക്ക് എന്തോ ഒരു ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ എന്തൊരു ഫെസ്റ്റിവലിന് എന്തെങ്കിലും ഒരു അപകടം നടന്നായിരുന്നല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സംഭവം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. അത് നാളെ വ്യക്തതയോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊരു കഴിവ് വേണം. അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഓർത്തെടുത്ത് അതിങ്ങനെയൊക്കെയാണല്ലോ എന്ന് അടുക്കും ചിട്ടയോടെ, വ്യക്തതയോടെ, കൃത്യതയോടെ ഓർത്തെടിച്ച് വെക്കാനുള്ള, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ഓർമ്മ എന്ന് പറയുന്നത്. നാം നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുമ്പോഴോ ഇടകലരുമ്പോഴോ അവയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളെ ശരിയായ രീതിയിൽ ശേഖരിച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോൾ അവയെ പുറത്തേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു മനസ്സിന്റെ കഴിവ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓർമ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ?
ഓർമ്മ പ്രധാനമായിട്ടും എത്ര തരം ഉണ്ടെന്ന് അറിയാമോ? പ്രധാനമായിട്ടും 3 തരത്തിൽ ഓർമ്മയുള്ളത്. ഏതൊക്കെയാണെന്നറിയാമോ? 1 ഇന്ദ്രിയ സ്മരണ, 2 ഹ്രസ്വകാല സ്മരണ, 3 ദീർഘകാല സ്മരണ. ഇന്ദ്രിയ സ്മരണ എന്ന് വെച്ചാൽ സെൻസറി മെമ്മറി എന്ന് പറയും. സംവേദന സ്മരണ എന്നും വേറൊരു പേരുണ്ട്. ഇന്ദ്രിയ സ്മരണ, സെൻസറി മെമ്മറി, സംവേദന സ്മരണ. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ മൂക്ക്, വായ, ത്വക്ക്, ചെവി, അങ്ങനെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം നേടുന്ന അറിവുകൾ വളരെ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയ സ്മരണ. വളരെ കുറച്ച്, ഒന്നോ രണ്ടോ മിനിറ്റിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ 2, 3, 4, 5 മിനിറ്റിലേക്കുള്ളിൽ മാത്രം നമ്മുടെ ഓർമ്മയിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയ സ്മരണ. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മുടെ മൊബൈലിൽ വരുന്ന OTP, നമ്മൾ ഓരോന്നൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് OTP വരത്തില്ലേ? ആ OTP രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ മനസ്സിൽ വേണോ? അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വേണോ? ഒരിക്കലും വേണ്ട കാര്യമില്ല. OTP വന്നു, നമ്മൾ ജസ്റ്റ് അതൊന്ന് നോക്കി, 1 സെക്കൻഡ് സമയത്തേക്ക് വേണ്ടി മാത്രം അത് ഓർത്തിരുന്നു, കഴിഞ്ഞു. നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു, അത് മറന്നുപോയി. വളരെ കുറഞ്ഞ സമയത്തേക്ക്, വളരെ സെക്കൻഡുകൾ മാത്രം ആവശ്യമായിട്ടുള്ള ഓർമ്മയെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയ സ്മരണ. ഇന്ദ്രിയ സ്മരണ, സംവേദന സ്മരണ, സംവേദന ഓർമ്മ, സെൻസറി മെമ്മറി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കാലദൈർഘ്യം എങ്ങനെയാണ്? വളരെ കുറവാണ് കേട്ടോ. ഒരു കാര്യം വളരെ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രം ഓർമ്മിക്കാൻ സഹായിക്കുന്നു. അതാണ് നമ്മുടെ ഇന്ദ്രിയ സ്മരണ. എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ OTP, ഓർമ്മയിൽ നിലനിൽക്കുന്നത് ഒരു ചെറിയ സെക്കൻഡിക്ക് വേണ്ടി മാത്രമാണ്. വേറൊരു എക്സാമ്പിൾ പറയട്ടെ. പണ്ടൊക്കെ ഈ ഫോൺ ഡയറി ഉള്ളപ്പോഴേ നമ്മൾ ഈ ഫോണിൽ നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യത്തില്ലേ? അതെല്ലാം അങ്ങനെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. മൊബൈൽ നമ്പർ ഡയൽ ചെയ്യുന്നത് അതൊരു എക്സാമ്പിളാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ആ മെയിൻ ബോർഡിൻ്റെ തൊട്ട് താഴെ കുറച്ച് സബ്ബായിട്ടുള്ള ഹെഡിങ്ങുകൾ കാണത്തില്ലേ? ഇപ്പോൾ നമ്മൾ പറയുക കരുനാഗപ്പള്ളി പോവുക, അതിന് തൊട്ട് താഴെയുള്ള കുഞ്ഞു കുഞ്ഞ് ഹെഡിങ്ങുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം കാണത്തില്ല. നമുക്ക് ഏത് വഴിയാണ് കരുനാഗപ്പള്ളി പോകുന്നത് ജസ്റ്റ് വായിച്ചു, ഓക്കെ, ആ ബസ്സിലോട്ട് നമ്മൾ അങ്ങ് ചാടി കയറി. പിന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നിടം വരെയോ 2 ദിവസം കഴിഞ്ഞോ ആ വായിച്ച കുഞ്ഞു കുഞ്ഞു ഹെഡിങ് നമുക്ക് ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഏത് ബസ്സിലാണ് നമ്മൾ പോകുന്നത്, ഏത് വഴിയാണത് പോകുന്നതെന്ന് മാത്രം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ബസ്സിൽ കയറി. ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ മാത്രം നടക്കുന്ന ഒരു ഓർമ്മ പുതുക്കലാണത്. ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തതാണ് ഹ്രസ്വകാല സ്മരണ, ഷോർട്ട് ടൈം മെമ്മറി. എന്താണ്? ആ പേര് തന്നെ ഉണ്ട്, ഷോർട്ട് ടൈം, ഹ്രസ്വകാലം. വളരെ കുറച്ച് കാര്യങ്ങളെ കുറച്ച് കാലയളവിലേക്ക് വേണ്ടി മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നത് സത്യമല്ലേ? ഈ LP-UP എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് വേണോ? ഒരിക്കലും വേണ്ട. മറ്റ് എക്സാമുകൾ വരും, മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് പോകും. ഉറപ്പായിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ LP-UPയിലെ ഈ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കുകൾ വേണ്ടി വരത്തില്ല. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഒരു ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഹ്രസ്വകാല സ്മരണ. വേറൊരു പ്രശ്നം, വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠനത്തെക്കുറിച്ചൊക്കെ പഠിക്കും. ഈ പഠനവും കഴിഞ്ഞിട്ട് നമ്മൾ വികാസവും വളർച്ചയൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേന് ഉറപ്പായിട്ടും ആദ്യം പഠിച്ച അത്രയും ടോപ്പിക്കുകൾ എന്തുവാ? ഒബ്വിയസ്ലി നമ്മൾ മറന്നു പോകും. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് അത് ഓർത്തിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെയുള്ള ഓർമ്മയാണ് എന്തെന്ന് പറയുന്നത്? ഹ്രസ്വകാല സ്മരണ എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെ മറന്നു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലേ? അന്ന് പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ വളരെ കുറച്ച് നാളത്തേക്കായാൽ പോലും, കുറച്ച് ആശയങ്ങൾ മാത്രമായാൽ പോലും അത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. അതാണ് ഹ്രസ്വകാല സ്മരണ. അതിന് എക്സാമ്പിളാണ് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് മറന്നു പോകത്തില്ലേ? കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമേ അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹ്രസ്വകാല സ്മരണയെ എനിക്ക് കുറേ നാൾ ആശയങ്ങൾ കൊണ്ടുപോകണം എന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാ? ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സൈക്കോളജി, നിങ്ങളിപ്പോൾ ഈ LP-UP പഠിക്കുന്ന കാര്യം നിങ്ങൾ വിചാരിക്കുക സൈക്കോളജി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ എക്സാമിന് വേണ്ടി മാത്രം പോരാ, ഹ്രസ്വകാല സ്മരണയിൽ മാത്രം ഒതുക്കി വെക്കാനുള്ളതല്ല അവയെ അങ്ങ് ദീർഘകാല സ്മരണ, ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണമായിരിക്കും? ഹ്രസ്വകാല സ്മരണയെ നമുക്ക് ഉറപ്പായിട്ടും ദീർഘകാല സ്മരണയാക്കാം. എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി, പരിശീലനം നടത്തിയാൽ മതി, പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും പൊടി തട്ടിയെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഏതൊരു ഹ്രസ്വകാല സ്മരണയിലെ ഏത് തരത്തിലുള്ള ഓർമ്മകളെ ആയാലും നമുക്ക് ദീർഘകാല സ്മരണയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഹ്രസ്വകാല സ്മരണ പറയുമ്പോഴെങ്ങനെയാ? വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അധികം പരിശീലനം നടക്കുന്നില്ല, അത് കൂടുതൽ ആവർത്തിക്കപ്പെടുന്നില്ല കേട്ടോ. ഇതാണ് സംഭവം.
ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നു? ആദ്യം പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ കുറച്ച് കാലത്തേക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അതാണ് ഹ്രസ്വകാല സ്മരണ. അടുത്തതാണ് നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ദീർഘകാല സ്മരണ, ലോങ് ടൈം മെമ്മറി, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് സ്ഥിര ഓർമ്മ. ഏതാ പേര്? സ്ഥിര ഓർമ്മ. എന്തുമായിരിക്കും ദീർഘകാല സ്മരണയുടെ പ്രത്യേകത? അധികകാലം നീണ്ടു നിൽക്കുന്ന ഓർമ്മയാണ്. സ്ഥിര ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ഓർമ്മയിലില്ലേ? നമ്മുടെ മക്കളുടെ പേര്, നമ്മുടെ സ്ഥലം എവിടെയാണെന്നും. മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ അൾഷിമേഴ്സ് പോലെയുള്ള അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ജീവിത അവസാനം വരെയും നമ്മുടെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കത്തില്ലേ? അപ്പം ചില കാര്യങ്ങളെ ദീർഘകാലത്തോളം ജീവിത അവസാനം വരെയും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഓർമ്മയുടെ തലത്തെ വിളിക്കുന്ന പേരാണ് ദീർഘകാല സ്മരണ. ഇതിനേറെ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും കേട്ടോ. ഇപ്പം എന്നെ ഒരു പട്ടി കടിച്ചു, ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ. ഈ പട്ടി കടിച്ച കാര്യം, എന്നെ ഈ 5ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഈ പട്ടി എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ കടിച്ച കാര്യം ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ ഓർത്തിരിക്കും. അപ്പോൾ കുറേയേറെ കാര്യങ്ങളെ നമുക്ക് സ്ഥിര ഓർമ്മയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ പേര് ദീർഘനാളത്തോളം ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ചില സംഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് സാധിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ദീർഘകാല സ്മരണ എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? നമുക്ക് കുറേ കാര്യങ്ങളെ ദീർഘനാളത്തോളം ജീവിത അവസാനം വരെയും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റും. ഓർമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? സംവേദന സ്മരണ, ഇന്ദ്രിയ സ്മരണ. എന്തുവായിരുന്നു ഇന്ദ്രിയ സ്മരണ എന്ന് പറയുന്നത്? വളരെ കുറച്ച് സെക്കൻഡുകൾക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ ലഭിച്ച വിവരങ്ങളായിരിക്കും നമ്മുടെ കയ്യിലുള്ളത്, അല്ലെ നമ്മുടെ ഓർമ്മയിലുള്ളത്. OTP വരുന്നതും, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നതും, ഏതൊക്കെയെങ്കിലുമൊക്കെ ബോർഡുകൾ വായിക്കുന്നതും, ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ കേൾക്കുന്നതും, ഇതൊക്കെ ആയിരിക്കാം കേട്ടോ. രണ്ടാമത്തേതാണ് ഹ്രസ്വകാല സ്മരണ. വളരെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കാലത്തോളം ഉണ്ടോ? ഇല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കപ്പെടുന്നു. പക്ഷെ നമ്മൾ ശരിയായ നിരന്തരമായ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹ്രസ്വകാല സ്മരണയെ നമുക്ക് ദീർഘകാല സ്മരണയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് മൂന്നാമത്തത് ദീർഘകാല സ്മരണ, ലോങ് ടൈം മെമ്മറി, സ്ഥിര ഓർമ്മ എന്ന് ഞാൻ പറഞ്ഞില്ലേ. കൂടുതൽ കാര്യങ്ങളെ ഏറെ നാളത്തോളം ജീവിത അവസാനം വരെയും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ ദീർഘകാല സ്മരണ എന്ന് പറയുന്നുണ്ട്, സ്ഥിര ഓർമ്മ എന്ന് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പേര്, അല്ലെങ്കിൽ നമുക്ക് ബാല്യകാലത്തുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്ത് വേണേലും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വസ്തുതകൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടും ക്രമമായിട്ടും ഓർഡറിലും ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ദീർഘകാല സ്മരണ. ഇനി ദീർഘകാല സ്മരണയെ ഇവിടെ തൊട്ട് പ്രാധാന്യമുണ്ട്. ദീർഘകാല സ്മരണയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സംഭവപരമായ ഓർമ്മ, എപ്പിസോഡിക് മെമ്മറി. ആ ഇംഗ്ലീഷ് ടൈം കൂടെ നിങ്ങൾ പഠിക്കണം. കാര്യം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എപ്പിസോഡിക് ഇംഗ്ലീഷിൽ എഴുതിയതിനെ മലയാളത്തിൽ എഴുതി കണ്ടിട്ടുണ്ട്. ഈ എപ്പിസോഡിക് എന്ന് തന്നെ മലയാളത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇംഗ്ലീഷിലൂടെ ഒന്ന് പേര് പഠിച്ചേക്കാൻ മറന്നു പോവാതെ. സംഭവപരമായ ഓർമ്മ, അതിനെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നു. അതെന്തായിരിക്കും? 3 എണ്ണം ഉണ്ടല്ലേ. ആദ്യത്തെ ഏതായിരുന്നു? സംഭവപരമായ ഓർമ്മ. ഒരാളുടെ ജീവിതത്തിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ദീർഘകാലത്തോളം ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കാനുമുള്ള കഴിവ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒന്ന് പട്ടി കടിച്ചെന്ന്. ആ പട്ടി കടിച്ച സംഭവം ഈ 10-35 വയസ്സായപ്പോൾ പോലും ഞാൻ ആ 5ാം ക്ലാസ്സിലുണ്ടായ ആ സംഭവം ഇപ്പോഴും ഓർക്കുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ കൊച്ചിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ മക്കളെ, ഞാൻ ട്യൂഷന് പോയ സമയത്ത് ഇതുപോലെ പട്ടി വഴി കൂടെ വന്നു, പട്ടി എന്നെ ഓടിച്ചു, ഒരു കടി എനിക്ക് തന്നു, എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു, ഒരു സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്നുള്ള കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടെ ആ സംഭവങ്ങളെ വ്യക്തമായിട്ട് വേറൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ തക്കവണ്ണം ഞാനത് ഓർത്തിരിക്കണമെങ്കിൽ അതൊരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ഓർമ്മശക്തിയെ വിളിക്കുന്ന പേരാണ് സംഭവപരമായ ഓർമ്മ. ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ച് വെക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ വിശദീകരിക്കുവാനും നമുക്ക് കഴിയും. ഓക്കെ,
ഈ രീതി ഉപയോഗിച്ച് കുട്ടികൾക്ക് തങ്ങളുടെ പഠന പ്രക്രിയയിലെ പ്രധാന സംഭവങ്ങളെ വിശദീകരിക്കാൻ കഴിയും. ഞങ്ങൾ പണ്ട് ഇന്ന കാര്യങ്ങൾ പഠിച്ചായിരുന്നു, ആസിഡിനെ കുറിച്ച് ബേസ് കാര്യങ്ങൾ പഠിച്ചായിരുന്നു, അന്ന് ചെയ്തപ്പോൾ ആസിഡ് ഇങ്ങനെ ആയിരുന്നു, ആസിഡ് ലിറ്റ്മസ് പേപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അതൊരു 9ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ ഓർത്ത് അവരുടെ പഠന പ്രക്രിയയിലെ പ്രധാനപ്പെട്ട വസ്തുതകളെ ഓർമ്മയിൽ സൂക്ഷിച്ച് വിശദീകരിക്കാൻ കഴിയത്തില്ലേ? അതെല്ലാം ദീർഘകാല സ്മരണയ്ക്ക് എക്സാമ്പിളാണ് കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ഓർമ്മ. അപ്പം നമ്മൾ സംഭവപരമായ ഓർമ്മ എന്ന് പറയുന്നത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൃത്യതയോടെ വ്യക്തതയോടെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് അത് പുനഃസൃഷ്ടിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ സംഭവപരമായ ഓർമ്മ അല്ലെങ്കിൽ എപ്പിസോഡിക് മെമ്മറി. രണ്ടാമത്തതാണ് അർത്ഥപരമായ ഓർമ്മ, സെമാൻറ്റിക് മെമ്മറി എന്ന് പറയും. അർത്ഥപരമായ ഓർമ്മ എന്തുവായിരിക്കും ഈ അർത്ഥപരമായ ഓർമ്മ എന്ന് പറയുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നവരാ. ചിലർ കോഡുകൾ ഇട്ട് പഠിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രിക്കകത്ത് പീരിയോഡിക് ടേബിളിലെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഒക്കെ ഇല്ലേ? അപ്പോൾ ചിലർ ഇത് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അതിനിങ്ങനെ കോഡിടും. ലിഥി സോഡ പൊട്ടിച്ച് റൂബിയെയും സൂസിയെയും കൂട്ടി ഫ്രാൻസിൽ പോയി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഓർഡർ പഠിച്ച് കിട്ടിയില്ലേ? അപ്പോൾ ചില പ്രത്യേക ആശയങ്ങളെ ചില കോഡുകളായോ അല്ലെങ്കിൽ ചില മറ്റ് ആശയങ്ങളുമായി ബന്ധിപ്പിച്ചോ പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ചല്ല ഒരു 3 വർഷം ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിൽ ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഹസ്ബൻഡ് പട്ടാളക്കാരൻ. അപ്പം അവിടെയായിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോഴും ഗാന്ധിനഗറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കാര്യങ്ങളും നമുക്ക് PSCക്കകത്തോ മറ്റെവിടെയെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് അവിടെ ആയിരുന്നല്ലോ, 3 വർഷം അതുവഴിയൊക്കെ അടിച്ചു പൊളിച്ച് നടന്നല്ലോ എന്നൊക്കെ ഞങ്ങൾ ആശയവുമായിട്ട് ബന്ധിപ്പിച്ച് ഓർത്ത് വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമായിട്ടോ ചില ആശയങ്ങളുമായിട്ടോ ഒക്കെ പരസ്പരം ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ ഓർത്ത് വെക്കത്തില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പറയത്തില്ലേ ഒരു കാര്യത്തിനെ വേറൊരു കാര്യത്തോട് ചേർത്ത് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചില കോഡുകൾ ഉപയോഗിക്കും. കോഡുകൾ മാത്രമല്ല, ചില ആശയങ്ങളെ മറ്റ് ആശയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും. അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുമായിട്ടും കണക്ട് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം. അപ്പം അത്തരത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അർത്ഥപരമായ ഓർമ്മ. അതായത് നമ്മുടെ ആശയങ്ങളെ കാലങ്ങളോളം ഓർത്ത് വെക്കാനായി ചില വാക്കുകൾ കോഡുകളായിട്ടൊക്കെ ഉപയോഗിക്കാം. ചില ആശയങ്ങളെ നമ്മൾ കോഡുകളുടെ രൂപത്തിൽ മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ചില ആശയങ്ങളെ മറ്റുള്ള ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ഓർമ്മയിൽ സൂക്ഷിക്കാം. ഇത്തരത്തിൽ നമുക്ക് മറവി വളരെയധികം ഇല്ലാതാക്കാം കേട്ടോ. അതൊരു എക്സാമ്പിൾ. അത് അർത്ഥപരമായ ഓർമ്മ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. നന്നായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാണാതെ പഠനം സൈക്കോളജിയെ സംബന്ധിച്ച് വളരെ തെറ്റായൊരു പ്രവണതയാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കാണാതെ പഠിക്കാവൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പിതാവാര് ആരാ? നമ്മുടെ തോണ്ടയ്ക്ക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചേക്കണം. മനസ്സിലാക്കിയിട്ട് പിന്നെ ഏത് രീതിയിൽ ഇങ്ങനെ കറങ്ങിയാണ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളെന്തോ ചെയ്യും? ഇങ്ങനെ നേരെ മുക്കി തൊടാതെ കറങ്ങി വരുന്ന പോലെ എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളെന്തോ ചെയ്യും? അടിപൊളിയായിട്ട് ആൻസർ എഴുതും. ശരിയല്ലേ? അപ്പോൾ അതാണ് അർത്ഥപരമായ മെമ്മറി. ചില പ്രത്യേക ആശയങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ ചില പ്രത്യേക കോഡുകളായോ ചില സിമ്പിൾസായോ ചില ആശയങ്ങളെ മറ്റു ആശയങ്ങളുമായി കണക്ട് ചെയ്തോ പഠിക്കുന്ന രീതിയാണ്, അല്ലെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന രീതിയാണ് വിളിക്കുന്നത് അർത്ഥപരമായ ഓർമ്മ. അടുത്തതാണ് പ്രക്രിയപരമായ ഓർമ്മ. എന്തുമായിരിക്കും പ്രക്രിയ? പേരിൽ തന്നെ ഉണ്ട്, പ്രൊസീജറൽ മെമ്മറി. വിവിധ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നതിലൂടെ നമ്മുടെ ആശയങ്ങളെ കാലങ്ങളോളം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഇപ്പം എന്നോട് എൻ്റെ അമ്മ പറയുക, ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അമ്മ പറഞ്ഞു ചായ ഇടുന്ന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ അത് എത്ര നാളത്തോളം ഓർമ്മയിൽ സൂക്ഷിക്കും? ഉറപ്പായിട്ട് ഞാനത് മറന്നു പോകും. അല്ലെങ്കിൽ ഇന്ന കാര്യം വെക്കുന്നത് ഇങ്ങനെ രീതിയിലാണ് എന്ന് പറയുന്ന കാര്യം ഉറപ്പായിട്ട് ഞാൻ മറന്നു പോകും. അതേസമയം ഞാനതൊന്ന് ചെയ്തു നോക്ക്, ഓർത്തിരിക്കത്തില്ലേ? വെള്ളം എടുത്തു, പാലൊഴിച്ചു, പിന്നെ എന്തോ തേയിലയിട്ടു, പഞ്ചസാര ഇട്ടു, ഏലക്ക ഇട്ടു, എനിക്കറിയാൻ മേല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്ത് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ബോയിൽ ചെയ്ത്, ഞങ്ങളുടെ നാട്ടിലെ ലാംഗ്വേജ് ആകട്ടോ തിളപ്പിക്കുകയാണ്, ബോയിൽ ചെയ്ത് നമ്മളെടുത്ത് ചായ ഇട്ട് റെഡിയാക്കി. ഇനി നമ്മളത് മറക്കുമോ? കാര്യം നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് ചെയ്തത്. ഏതൊരു കാര്യവും ചെയ്ത് പഠിക്കുന്നതിലൂടെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു. ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മുടെ ജോൺ ഡൂയിയുടെ കൺസെപ്റ്റ് ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോജക്റ്റ് മെത്തേഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതൊരു കാര്യവും ചെയ്തു പഠിക്കുന്നതിലൂടെ കാര്യങ്ങൾ കാലങ്ങളോളം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. നമ്മൾ കെമിസ്ട്രിക്കകത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര കെമിസ്ട്രിയിൽ ചില റിയാക്ഷൻസ് പഠിപ്പിച്ചാലും അവർക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല. എന്നാൽ അതേസമയം അവരെ ഒന്ന് ലാബിലോട്ട് കൊണ്ടുപോയാട്ട് അവിടെ ടെസ്റ്റ് ട്യൂബ് എടുത്തു,
HCl ഒഴിച്ചു, അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചെടുത്തു, എണ്ണ ഒഴിച്ചൊഴിച്ചു, അതിൻ്റെ എല്ലാ റിയാക്ഷൻസിന് ഫലമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അവർ ലൈവായിട്ട് അവർ ചെയ്തുകൊണ്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ? ഉറപ്പായിട്ടും നമ്മൾ പഠിച്ച കൺസെപ്റ്റ് കാലങ്ങളോളം ഓർത്തിരിക്കും. അതല്ലാതെ നമ്മൾ ബുക്കിൽ വായിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചാലോ ഒന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന, ഓർമ്മയെ വിളിക്കുന്ന പേരാണ് പ്രക്രിയപരമായ ഓർമ്മ. എക്സാമ്പിൾ, ലാബ് ചെയ്ത കാര്യങ്ങളെല്ലാം ദീർഘകാലത്തോളം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. പ്രവർത്തനാധിഷ്ഠിതമായ പഠനമാണ്, പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ പഠനമാണ് ഓർമ്മയ്ക്ക് ഏറെ സഹായകമാകുന്നത്. അപ്പോൾ ഏറ്റവും സഹായകരമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ ഓർമ്മ ഏറ്റവും നിലനിർത്താൻ സഹായകരമായിട്ടുള്ളൊരു ഓർമ്മയുടെ തലമാണ് ഏതെന്ന് പറയുന്നത് പ്രക്രിയപരമായ ഓർമ്മ. കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. പഠനം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഈ ഓർമ്മയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയാം. ശ്രദ്ധിച്ച് കേട്ടോണം. ചുറ്റുപാടുകളോട് പ്രതികരിക്കുമ്പോഴോ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴോ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെ, അറിവുകളെ, വസ്തുതകളെ നമ്മൾ ശരിയായ രീതിയിൽ കൃത്യതയോടെ അടുക്കും ചിട്ടയുമായി മനസ്സിൽ സൂക്ഷിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ആവശ്യമുള്ള സമയത്ത് അത് പുനഃസൃഷ്ടിക്കാനുമുള്ള ഒരു മനസ്സിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഓർമ്മ. ഓക്കെ, ഓർമ്മ പ്രധാനമായിട്ട് 3 തരത്തിൽ. ഇന്ദ്രിയസ്മരണ, വളരെ കുറച്ച് സെക്കൻഡുകളിൽ മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് മിനിറ്റുകളിലും വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാര്യങ്ങളെ അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതാണ് ഇന്ദ്രിയ സ്മരണ അല്ലെങ്കിൽ സംവേദന സ്മരണ. രണ്ടാമത്തതാണ് ഹ്രസ്വകാല സ്മരണ. വളരെ കുറച്ച് കാര്യങ്ങളെ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തതാ, ഈ സ്കൂൾ കലോത്സവത്തിനൊക്കെ അതുവരെ ഒരു ഡാൻസിനൊന്നും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് തട്ടുകൂടി ചില ഡാൻസ് ഫോംസ് ഒക്കെ ഉണ്ടാക്കും. സ്കൂളുകളിലെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ചില കാഴ്ചകളാണ്. അതേപോലെ പറയും ആ സ്കൂളുകാരെ ജയിക്കണം, ഈ സ്കൂളുകാരെ ജയിക്കണം, നമുക്ക് ഇന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം തട്ടിക്കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് നാളത്തേന് വേണ്ടിയിട്ട് മാത്രമാണ്, ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ആ കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കും. പറഞ്ഞത് മനസ്സിലായോ? അതാണ് ഹ്രസ്വകാല സ്മരണ എന്ന് പറയുമ്പോൾ. യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു അല്ലെങ്കിൽ കലോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട, കഴിഞ്ഞു. അതാണ് സംഭവം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ LP UP പഠിക്കുന്ന സമയത്തുള്ള നമ്മുടെ സൈക്കോളജി പഠനം അതൊന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതി, ആൻസർ കിട്ടുമേ. അടുത്തയാണ്, അപ്പോൾ ഹ്രസ്വകാല സ്മരണ കഴിഞ്ഞു. അടുത്തതാണ് ദീർഘകാല സ്മരണ അല്ലെങ്കിൽ സ്ഥിര ഓർമ്മ എന്ന് പറയും, സ്ഥിര മെമ്മറി. ദീർഘകാലത്തോളം വിവരങ്ങളെ കൂടുതൽ കാലം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഏറെ കാര്യങ്ങൾ വേണമെങ്കിലും ഉൾക്കൊള്ളാം നമ്മുടെ മനസ്സിൽ. ചെറിയ നിസ്സാര കാര്യങ്ങളായാൽ നമ്മുടെ പേര് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള ദീർഘകാല സ്മരണയെ നമുക്ക് 3 തരംതിരിക്കാം. അതിൽ ഒന്നാമത്തതാണ്, എന്തുമായിരിക്കും ഒന്നാമത്തത്? സംഭവപരമായ ഓർമ്മ, എപ്പിസോഡിക് മെമ്മറി. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി വിവരങ്ങളെ കാലാകാലങ്ങളോളം ഓർത്തിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സംഭവപരമായ ഓർമ്മ അല്ലെങ്കിൽ എപ്പിസോഡിക് മെമ്മറി. രണ്ടാമത്തതാണ് പ്രക്രിയപരമായ ഓർമ്മ, പ്രൊസീജറൽ മെമ്മറി. നമ്മൾ ചെയ്ത് പഠിക്കുന്നതിലൂടെ, ഏതൊരു വസ്തുതകളും നമ്മുടെ കൈ കൊണ്ട് കൈകാര്യം ചെയ്ത് പഠിക്കുന്നതിലൂടെ ഏറെ കാര്യങ്ങളെ ബൾക്കായിട്ട് അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ആ വിവരങ്ങളെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. അതാണ് പ്രക്രിയപരമായ ഓർമ്മ, ലേണിംഗ് ബൈ ഡൂയിങ്. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അടുത്തതാണ് അർത്ഥപരമായ ഓർമ്മ, സെമാൻറ്റിക് മെമ്മറി. നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ട ആശയങ്ങളെ ചില പ്രത്യേക കോഡുകളായോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റ് ആശയങ്ങളുമായിട്ട് കണക്ട് ചെയ്തോ ചില സിമ്പലുകളുടെ രൂപത്തിലോ ഒക്കെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സെമാൻറ്റിക് മെമ്മറി, അർത്ഥപരമായ ഓർമ്മ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് പഠനം. ഈ പഠനവും ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ആണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. അതിൽ തന്നെ ലാസ്റ്റിലും ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പഠനം കേട്ടോ. അപ്പോൾ എന്തായിരിക്കും പഠനം? ഈ എഴുത്തും കുത്തും വായനയാണോ ഈ പഠനം എന്ന് പറയുന്നത്? എല്ലാവരും പറയും പഠിക്കുക. അതാണോ പഠനം? സ്കൂളിൽ പോയിരുന്ന് മാത്രം പഠിക്കുന്നതാണോ പഠനം? അങ്ങനെയൊന്നും അല്ല. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള അറിവ്, കഴിവ്, നൈപുണി എന്ന് വെച്ചാൽ എന്താ? സ്കില്ല്, നമ്മുടെ പ്രശ്നപരിഹരണ ശേഷി, വികാസം എന്നിവയെല്ലാം ആർജിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുമായിട്ട് ഇടപഴകുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഇടപഴകുമ്പോൾ ഈ സാഹചര്യവുമായി എനിക്ക് സമായോജനം നടത്തണം അല്ലേ? എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഏതൊരു സാഹചര്യവുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ അതിനുള്ള ഒരു കഴിവ്, ആ കഴിവിനെ നമുക്ക് പഠനമെന്ന് പറയാം. എനിക്കൊരു പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി, അതിനെ പഠനമെന്ന് പറയാം.
എനിക്ക് എൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, വൈകാരികമായിട്ടുള്ളൊരു സ്ഥിരത എനിക്കുണ്ട്. ആ ഒരു ആ കഴിവൊക്കെ എനിക്ക് ജനിച്ചപ്പോഴേ അങ്ങ് കിട്ടിയതൊന്നും അല്ല. ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ, പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ എനിക്ക് പേടിയാണ്. എനിക്ക് എവിടെയൊക്കെ ക്ലാസ് ഉണ്ട് അവിടെ എല്ലാം ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കിട്ടി, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഇവയെല്ലാം ആർജിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നടക്കുന്ന പ്രോസസ്സാണ്. ഇതാരും നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുതരുന്നതല്ല, നമ്മൾ പല പല അനുഭവങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രോസസ്സിനെ എല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? പഠനമെന്ന് വിളിക്കാം കേട്ടോ. അപ്പം അത്രയും കൺസെപ്റ്റ് ഓർത്തിട്ട് വേണം നമ്മളുടെ ഈ ടോപ്പിക്കിലേക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിന് ആവശ്യമായ അറിവ്, മനോഭാവം, നൈപുണ്യം, കഴിവ്, പ്രശ്നപരിഹരണ ശേഷി, വീക്ഷണ സ്ഥിരത, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഇവയെല്ലാം സാംശീകരിച്ചെടുക്കുന്ന, അക്വയറി ചെയ്തെടുക്കുന്ന, ആർജിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പഠനം എന്ന് പറയുന്നത്. പഠനം എപ്പോഴും അനുക്രമമായി നടക്കുന്ന ഒരു വ്യവഹാര പരിവർത്തനമാണ്. എന്ത് വ്യവഹാരമെന്ന് ഞാൻ ആദ്യ ക്ലാസ്സിലെ പറഞ്ഞായിരുന്നു. വ്യവഹാരം എന്താണെന്ന്? നമ്മുടെ ബിഹേവിയർ. വ്യവഹാര പരിവർത്തനം എന്തുവാ? നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ, ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ പഠനത്തിലൂടെ ഉറപ്പായിട്ടും അനുക്രമമായിട്ട് നടക്കുക, ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടല്ല പോകുന്നത്. പഠനം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളെ വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ബിഹേവിയറിൽ, പിന്നെ ഏറെ കാര്യങ്ങളുണ്ടാവും, പിന്നെ കുറേ കൂടെ വ്യത്യാസം വരും, പിന്നെ കുറച്ചുകൂടെ അങ്ങനെ അനുക്രമമായി നടക്കുന്ന വ്യവഹാര പരിവർത്തനമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പഠനം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ, എൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, മുറ്റത്തോട് പോലും ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ എത്ര ദൂരം സഞ്ചരിക്കും, എത്ര ദൂരം എവിടെ വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ എൻ്റെ ബിഹേവിയറിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടന്നൊന്നുമല്ല, ഗ്രാജുവലി നടന്നതാണ്. ആ പ്രക്രിയയൊക്കെ എന്താണ് മക്കളെ? അതെല്ലാം പഠനമാണ് കേട്ടോ. അങ്ങനെയും കൂടെ മനസ്സിലാക്കണേ, അല്ലാതെ എഴുത്തും കുത്തും വായന മാത്രമല്ല കേട്ടോ. അടുത്തത്, പഠനം ഒരു ഉദ്ദേശാധിഷ്ഠിതമാണ്. ലേണിംഗ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. പഠനം ഉദ്ദേശാധിഷ്ഠിതമാണ്. ഒരു പ്രത്യേക എയിമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠനം പ്രക്രിയയിലേക്ക് ഇറങ്ങുന്നത്. ശരിയല്ലേ? നമുക്ക് ഇന്ന കാര്യങ്ങൾ നേടണം എന്ന ഒരു വസ്തുത നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മുടെ പഠന പ്രക്രിയയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ് പഠനം എന്ന് പറയുന്നത്. പഠന അനുഭവങ്ങളിലൂടെയാണ് നടക്കുന്നത്. ശരിയാ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിലൂടെയാണ് പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതിലൂടെയാണ് നമുക്ക് പഠനം നടക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പായിട്ട് എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളിൽ എനിക്ക് തിരിച്ചറിവുണ്ടായി, അത് ശരിയാവുന്നില്ല, അത് ശരിയല്ല. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കേട്ടിട്ട് അത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവരും കാണും, പക്ഷെ മാറിയിരുന്ന് ചിരിക്കുന്നവരും കാണും. ശരിയല്ലേ? അങ്ങനെയുള്ള എൻ്റെ ആ എക്സ്പീരിയൻസിലൂടെ എനിക്ക് ഉറപ്പായിട്ട് മാറ്റം വന്നു. എൻ്റെ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്നിൽ തന്നെ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഞാൻ തന്നെ, അല്ലെങ്കിൽ എനിക്ക് അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്ത് പ്രശ്നപരിഹാരം നടത്താനുള്ള ഒരനുഭവം എനിക്ക് കിട്ടി. അതൊക്കെ എൻ്റെ പഠന പ്രക്രിയയാണ്. അതൊക്കെ എനിക്കുണ്ടായ വ്യവഹാര പരിവർത്തനമാണ്, മോഡിഫിക്കേഷനാണ്. ക്ലിയർ ആയോ? അപ്പോൾ പഠനം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ, നമ്മുടെയൊക്കെ ഇഷ്ടം, നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുള്ളവരല്ലേ, ആ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ മക്കളെ? സത്യമല്ലേ? അതെല്ലാം നിങ്ങളുടെ പഠന പ്രക്രിയയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയ്യോ പണ്ടത്തെ ഞാൻ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ആണല്ലോ എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ വന്നില്ലേ? പണ്ട് ഏതൊരു സിനിമയ്ക്ക് അത് സലീംകുമാർ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഞാനേ അല്ല, ഞാനെന്ന് ഞാൻ എവിടെയോ ഇരിക്കുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടതാണോ? ഏതാ സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം അതുപോലെ പണ്ടേ ഉള്ള വ്യക്തിയാണോ നിങ്ങളിപ്പം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും, നിങ്ങൾ TTCക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും, നിങ്ങൾ B.Edന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും, നിങ്ങൾ 10ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഉള്ള വ്യക്തിയാണോ നിങ്ങൾ ഈ സൈക്കോളജി ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോഴുള്ള ആള്? അല്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ശരിയല്ലേ? മാനസികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയപരമായിട്ടും എല്ലാം, പ്രശ്നപരിഹരണ ശേഷികളും എല്ലാം നിങ്ങൾക്ക് വ്യത്യാസമായിട്ടില്ലേ? ആ പ്രക്രിയ എല്ലാം എന്താണ്? പഠനമാണ് കേട്ടോ. പഠന അനുസ്യൂത പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ബോംബ് ടു ടോംബ് പ്രോസസ്സ്. ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞു മുതൽ നമ്മുടെ മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾ വരെ നീണ്ടു നിൽക്കുന്ന ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? പഠനമെന്ന് പറയാം. പഠനം ഒരു പ്രത്യേക പീരീഡിലോ പ്രത്യേക പോയിന്റിലോ ഒന്നും മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ ജനനം മുതൽ മരണം വരെ നീങ്ങുന്ന അല്ലെങ്കിൽ നീണ്ടുപോകുന്ന ഒരു തുടർ പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. എല്ലാവരും ബാക്കി ക്ലാസ്സുകൾ കാണുക. വളരെയധികം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കുക. സന്തോഷം. താങ്ക് യു.